അപ്പൊ വേറൊരു സംഭവത്തിന് പോവാ. ഇനി നമ്മൾ എങ്ങനെ സഹിക്കും? ഇവിടെ ഇരുന്ന് സഹിക്കണം, നിവൃത്തിയില്ല. രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് കൊടുത്താലും തിരിച്ചു കിട്ടൂല എന്ന്. ഒരുപാട് കാര്യങ്ങൾ അസാധ്യമായതുണ്ടെങ്കിലും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാട്ടോ. ശംഖുപുഷ്പം ഒരെണ്ണം പൂത്തുന്ന, ചില ദിവസം 2 പൂ കാണും, ചില ദിവസം 1 പൂ കാണും. ശംഖുപുഷ്പത്തിനോട് എന്നും പറയുമായിരുന്നു വേഗം നീ പറയുമായിരുന്നു. പക്ഷെ പൂവിട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ചായ ഉണ്ടാക്കാൻ ആർക്കും നേരെയില്ല. 1ഉം 2ഉം പൂവൊക്കെ ഉള്ളൂ. പക്ഷെ അത് തന്നത് ശൈലേൻ സുനിലും കേട്ടോ. അവര് ഞങ്ങളുടെ നെയ്ബർ. അവര് തന്ന് അത് നന്നായിട്ട് പുഷ്പിച്ചു അല്ലേ? ഏതായാലും അതെ. അതുപോലെ ആ ലാവൻഡർ വാടാമുല്ല ഒന്ന് പിടിക്കണം കേട്ടോ. ശൈല തന്നതാ, പൂവോടുകൂടി എനിക്ക് തന്ന ലാവൻഡർ. നമ്മൾ പിടിച്ചായിരുന്നോ? എന്നാ വേണ്ട, ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാ വേണ്ട. ഈ ശംഖുപുഷ്പത്തിന്റെ വെള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വെള്ള എവിടെയുണ്ട്? ശൈലയ്ക്ക് പൂത്തു. അത് എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതുപോലെ തന്നെയാണോ? ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നോട് പറഞ്ഞു ദേ ചേച്ചി പൂത്ത് നിക്കണോന്ന്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതൊന്നും നോക്കിയില്ല. അപ്പൊ എനിക്ക് അതിനോട് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം വൈകുന്നേരം നടക്കാൻ പോയപ്പോഴേ സന്ധ്യ ഏതാണ്ടായിരുന്നു, വിളിച്ചു പോന്നു. അപ്പൊ വേറൊരു സംഭവത്തിന് പോവാ. അപ്പയുടെ കാലഹരണപ്പെട്ട് പോയിരിക്കുന്ന റെഡ് ലേഡി പപ്പായ 2 കൊല്ലായതാ. റെഡ് ലേഡി പപ്പായയിലെ ആ കവർ ഞാൻ മാറ്റാട്ടോ. ലാസ്റ്റ് പപ്പായ പറിക്കുക. ഇനി ഇതിലുണ്ടാവാൻ സാധ്യതയില്ല, കാരണം അറ്റയെല്ലാം നേർത്തു. എന്നാലും കുറച്ച് തന്നു അവൻ ഫലം. ഫൈനൽ മിടുക്കനാ. അവൻ കേമനാ. ഓടിക്കട്ടെ. ഫ്രഷ് പപ്പായ ഫ്രം അവർ ഗാർഡൻ. പ്ലേ ഗ്രൗണ്ട് പോലെയായി ഇപ്പൊ. ഗാർഡൻ ഇനി പറയാനില്ല, താരീശായി. അമ്മയ്ക്കല്ല ഇനി വിഷമം. പുല്ലെന്ന് പറഞ്ഞ് വിഷമായിരുന്നില്ല. ഇപ്പൊ ദേ പുല്ല് പരിസരത്തെങ്ങൂല്ല. ഇനിയിപ്പൊ കടുത്ത വേനലല്ലേ. അതെ 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 അതെ. ഇനി നമ്മൾ എങ്ങനെ സഹിക്കും? ഇവിടെ ഇരുന്ന് സഹിക്കണം, നിവൃത്തിയില്ലല്ലോ. പക്ഷെ മാവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരാശ്വാസമുണ്ട്. പക്ഷെ മഞ്ഞുകാലം എത്ര രസകരമായിരുന്നു. അത് ശരിയാ. പോയ കാലത്തിന്റെ മാധുര്യം അറിയുന്നത് ആ കാലഘട്ടം പോയി കഴിയുമ്പോൾ. അത് തീർച്ചയായിട്ടും അതെ. ഞാൻ എപ്പോഴും പറയൂല, രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് കൊടുത്താലും തിരിച്ചു കിട്ടൂല എന്ന്. ഒന്ന്, നമ്മുടെ ബാല്യം ഒരിക്കലും മടങ്ങി വരൂല. 2, നമ്മള് മരിച്ചുപോയ ഒരു ആത്മാക്കളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റൂല്ലോ. അവർക്ക് കാണാൻ പറ്റൂന്ന് പറയണു, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അസാധ്യമായതുണ്ടെങ്കിലും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളല്ലേ, അങ്ങനെ കഴിഞ്ഞു പോണു. ഓക്കെ. നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ, പുൽക്കൂടൊരുക്കാനും സ്റ്റാർ ഇടാനും ട്രീ എടുക്കാനും ഒക്കെ എന്ത് ഇൻട്രസ്റ്റ് ആണല്ലേ. അവസാനം എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ തിരിച്ച് മടക്കി വെക്കാൻ ആ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല അല്ലേ. പക്ഷെ ഇത്തവണ ഞാനെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം എടുത്ത് ഇതുപോലൊരു സ്റ്റോറേജ് ബാഗിനകത്ത് ഓരോന്നും അതിൻ്റേതായ കവറുകളിലിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് അടുത്ത വർഷം പെട്ടെന്ന് എടുത്ത് അറേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ റെഡ് കളർ ബോളുകളെല്ലാം ഒരു കവറിൽ, ഗ്രീൻ കളർ ബോളുകളെല്ലാം ഒരു കവറിൽ, അങ്ങനെ സെപ്പറേറ്റ് കവറുകളിലാക്കിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റോറേജ് ബാഗിലാക്കി അടച്ചിനി കട്ടിലടിയിലോട്ട് അങ്ങ് വെക്കും. ഇനി ട്രീ ഒക്കെ ഒടിച്ച് മടക്കി പാക്ക് ചെയ്യാനുണ്ട്, അത് അടുത്ത സ്റ്റെപ്പിലാട്ടോ ചെയ്യുന്നേ. എന്തായാലും ഇത്രയും ചെയ്യാൻ പറ്റി. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വക ഡെക്കോർ ഐറ്റംസ് ഒക്കെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കണേന്ന് പറയണേ. എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടെങ്കിൽ അത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ വീതി തന്നെയാണ് പഴയ കസേരയിലത്തെ ഇങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചാരപ്പക്കടന്നും വേണ്ട അങ്ങ് പൊട്ടിപ്പോണത്. ഇത് കണ്ട ഇപ്പൊ ഇവിടത്തെ ഇതിന് പുതിയ ഇത് മാറ്റാൻ വേണ്ടി അവര് ഇവിടെ വീതി കൂട്ടി ഈ ജോയിന്റിന്. കണ്ട പണ്ടതേ ഈ വീതി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് പുറകോട്ട് പൊട്ടിപ്പോകില്ലെന്നുള്ളതാണ് അവര് പറയുന്നത്. നീൽക്കമലാണ്. അത് ശരി. ഞാൻ സുപ്രീമാണ് നോക്കിയത്, പക്ഷെ നീൽക്കമലാണ് കിട്ടിയത്. സുപ്രീം അവരുടെ ഇല്ലായിരുന്നു. അപ്പൊ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു പുതിയ കസേര വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ സാധാരണ ഈ മോഡൽ കസേരയിലാണ് ഇരിക്കാറ്. പുറത്തുനിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വേർപ്പൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇതിലിരിക്കുന്ന സുഖം എന്നാണ് അപ്പ പറയുന്നത്. അപ്പൊ പഴയത് പോയപ്പോ ഒരു പുതിയത് വാങ്ങിയതാ.